എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടാണല്ലേ ചെമ്മീൻ. അപ്പോൾ ചെമ്മീൻ കൊണ്ടുള്ള നല്ലൊരു ഗ്രേവിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇത്തവണ വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നല്ല മൺചട്ടിയിലാണ് കേട്ടോ നമ്മൾ ഈ റെസിപ്പി ചെയ്യുന്നത്. ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളിത് അവിടെ 250 ഗ്രാം ചെമ്മീൻ വെച്ചിട്ടാണ് ഈ റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഈ ചെമ്മീന് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചി നല്ല നീളത്തിലരിഞ്ഞതും, അതുപോലെ ഒരു 2-3 പച്ചമുളക് നിങ്ങളെ എരിവിനനുസരിച്ച് പച്ചമുളക് നീളത്തിലരിഞ്ഞതും, പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ചെമ്മീനായതുകൊണ്ട് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിൽ നിന്ന് തന്നെ വെള്ളം ഊർന്ന് വരുമല്ലോ. അപ്പോൾ അതിൽ കിടന്ന് കുറച്ച് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്കുള്ള ഒരു സ്പെഷ്യൽ അരപ്പ് നമുക്ക് ഉണ്ടാക്കാം. നമ്മളിതവിടെ ഒരു 8 ചെറുള്ളിയും അതുപോലെ 2-3 അല്ലി വെളുത്തുള്ളിയും 1 ടീസ്പൂണ് കുരുമുളകും ചേർത്തിട്ട് ഇതുപോലെ അത്യാവശ്യം ഒന്ന് നല്ല രീതിയിൽ അരച്ചെടുക്കാം കേട്ടോ. ഇനി ഒരു പേസ്റ്റ് കൂടി നമുക്ക് ഈ കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഒരു 2-3 മിനിറ്റ് കൂടി നമുക്ക് അടച്ചു വെച്ച് ഒന്നും കൂടി വേവിച്ചെടുക്കാം. കണ്ട ചെമ്മീനിന് വെള്ളമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കിടന്ന് തന്നെ നന്നായി വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇത് 2-3 മിനിറ്റ് കൂടി ഒന്നുകൂടി ഒന്ന് അടച്ചു വെക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാൻ നല്ല കട്ടിയുള്ള 1 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഒന്ന് തിള വന്നാൽ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. അധികം മസാലകളൊന്നും ആഡ് ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. എന്നും ഉണ്ടാക്കുന്ന റെസിപ്പിന്ന് ഒന്ന് ഡിഫറെൻ്റായിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. അതായത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മിതയിൽ നമ്മളിതാ വേപ്പിൻ്റെയും കുറച്ച് വെളിച്ചെണ്ണ കൂടി മേലെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കറി ഇത്ര സിമ്പിളായിട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പത്തിരിയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. നമ്മളിതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ഒറോട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും തേങ്ങാപ്പാലും ഒക്കെ കൂടെ കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തുടർന്ന് നമ്മൾ വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പിയുടെ വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അതുവരെ ബൈ ബൈ.